ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പോസ്റ്റാണ്. ഞാൻ ഒത്തിരി ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. എങ്കിലും ഇത് നല്ല അടിപൊളി ഡയറ്റാണ്. ആർക്കാന്നോ 15 ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേട്ടോ. അപ്പോൾ 15 ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കുക, 7 ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാമെന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിലൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിലൊരു മാക്സിമം ഒരു മാസം 2 മാസമൊക്കെ വേണം. നമ്മൾ ആ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാം. എല്ലാ ആഴ്ചയിലും നമ്മുടെ വേസ്റ്റൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. പക്ഷേ ഈ ഡയറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രകൃതി ചികിത്സയിൽ പോയപ്പോൾ അവൾക്ക് കൊടുത്തത്, അവൾ എനിക്ക് അയച്ചു തന്ന്, അവൾക്ക് നല്ല വെയിറ്റൊക്കെ കുറഞ്ഞു, നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നിൻ്റെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം അവളുടെ വക. അടിപൊളി ഡയറ്റാണ്. പിന്നെ ഒരു ഇച്ചിരി കഷ്ടമാണ്, കാരണം നമ്മൾ 3 നേരം കഴിക്കണം എന്നുള്ളത് ഒരു 6 നേരമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മുടെ വയറും കുറയും, നമ്മുടെ എക്സ്ട്രാ ഫാറ്റും കുറയും. അപ്പോൾ അത് വളരെ പ്രയോജനപ്പെടും കേട്ടോ. പിന്നെ നമുക്ക് വയറ് നിറച്ച് കഴിക്കാവുന്ന വിഭവങ്ങളും ഇതിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആരും പേടിക്കണ്ട. കാർബോഹൈഡ്രേറ്റ് ഒട്ടുമില്ലാത്ത ഡയറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യണേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ, നിറയെ വെള്ളം കുടിക്കണം. ഒരു 1/2 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് എന്ത് വെള്ളമായാലും കൊള്ളാം. ഇപ്പോൾ ഉലുവിട്ട വെള്ളമോ, ജീരകിട്ട വെള്ളമോ, പെരിഞ്ജീരകിട്ട വെള്ളമോ, വെറുതെ തിളപ്പിച്ചാറ്റിയ വെള്ളമോ, എന്ത് വെള്ളമാണെങ്കിലും നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡയറ്റ് തുടങ്ങുന്നത് 7 മണിക്കാണ്. 7 മണിക്കെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കോഫി, അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിടാം. ബട്ടർ കോഫി, കുറച്ച് 1 സ്പൂൺ നെയ്യിട്ട് 1 കപ്പ് കട്ടൻ കാപ്പി കുടിക്കണം കേട്ടോ. അതോടൊപ്പം നമുക്ക് 2 ബദാം പരിപ്പും 2 കേട്ടോ, കൂടുതലൊന്നാവരുത്, 2 ബദാം പരിപ്പും 2 പിന്നെ കാഷ്യൂനട്ടും കഴിക്കാം ഈ ബെഡ് കോഫിയുടെ കൂടെ. പിന്നെ ഇനി നിങ്ങൾ കോഫി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടാവുമല്ലോ, അപ്പം നിങ്ങൾക്ക് ഗ്രീൻ ടീ കഴിക്കാം, ബ്ലാക്ക് ടീ കഴിക്കാം. അതോടൊപ്പം മധുരം വേണ്ട കേട്ടോ, മധുരം ഒഴിവാക്കണം. എന്നാലാണ് നമുക്ക് ഈ 15 ദിവസം കൊണ്ട് ഇതിൻ്റെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ ടീ കുടിക്കാം, ബ്ലാക്ക് ടീ കുടിക്കാം. ഇനി രാവിലെ ഞാൻ ഒന്നും കുടിക്കാറില്ല എന്ന് ചിലർ പറയും, വെറുതെ വെള്ളം മാത്രം കുടിക്കാറുള്ളൂ എന്ന് പറയുന്നവർക്ക് കുക്കുംബർ ജ്യൂസ്, അതുപോലെ തന്നെ കുമ്പളങ്ങ ജ്യൂസ്, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. 1 ഗ്ലാസ് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 7 മണിയുടെ ഭക്ഷണം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഭക്ഷണം എത്ര മണിക്കാണ്? 9 മണിക്കാണ്. അപ്പോൾ 9 മണിക്കെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു മുട്ട കഴിക്കാം. അപ്പോൾ മുട്ട നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, വേവിച്ച് കഴിക്കാം, ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇങ്ങനെ വിശപ്പ് സഹിക്കാത്തവരാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ബട്ടറോ ചീസോ നെയ്യോ എന്തെങ്കിലും നമുക്ക് തൂവിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാം, അല്ലെ ഒരു ബോയിൽ ചെയ്ത ഒരു മുട്ട കഴിക്കാം കേട്ടോ. ആ കൂട്ടത്തിൽ നമുക്ക് ചെറുപയർ ദോശ കഴിക്കാം. ഓക്കെ, ചെറുപയർ നമ്മൾ ദോശ ഉണ്ടാക്കുമല്ലോ, ചെറുപയർ വെച്ച് ദോശ ഉണ്ടാക്കാം. വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം. അതുപോലെ തന്നെ ആവിയിൽ വേവിച്ച വെജിറ്റബിൾസ്, പനീർ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. വയറ് നിറയെ കഴിക്കാം, അതിനൊരു കുഴപ്പമില്ല. ഒരു എഗ്ഗ് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് മാറും കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മണിത്തെ 9 മണിത്തെ ഭക്ഷണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 11 മണിക്കാണ് കേട്ടോ. 11 മണിക്കെന്ന് പറയുമ്പോൾ ഈ പുളിയില്ലാത്ത മോര് കഴിക്കാം. ഇനി മോര് നിങ്ങൾക്ക് ഇഷ്ടമല്ല, മോര് കിട്ടാനില്ലെങ്കിലോ ഒരു ആപ്പിളോ ഒരു മുന്തിരിയോ പിന്നെ വെജിറ്റബിൾ സാലഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കഴിക്കാം കേട്ടോ. ഇത്രയൊക്കെ കഴിച്ചാൽ നമ്മുടെ വിശപ്പൊക്കെ നമുക്ക് വിശക്കൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേയൊക്കെ നമ്മുടെ മാനസികമാണ്, അയ്യോ റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിച്ചില്ലല്ലോ, വിശക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് അങ്ങ് തീരുമാനിച്ചാൽ ഒരു വിശപ്പുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ 11 മണിക്ക് നമ്മുടെ ഭക്ഷണം കഴിഞ്ഞ്
ഇനി നമ്മൾ 1:30ക്കാണ് നമ്മുടെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് എന്താണെന്ന് മില്ലറ്റ് കഞ്ഞിയാണ് നമ്മൾ വയറിറച്ച് കുടിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് തെന ഉപയോഗിക്കാം, വരക ഉപയോഗിക്കാം, ചാമരി ഉപയോഗിക്കാം, ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഞ്ഞി വെക്കുക, വയറ് നിറച്ച് കുടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തോരൻ വയ്ക്കാം, മെഴുക്ക് പുരട്ടാം, അതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കാം. ഒക്കെ വെളിച്ചെണ്ണയിൽ കേട്ടോ, മറ്റുള്ള എണ്ണകളിലൊന്നും ഉപയോഗിക്കല്ലേ, വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ഉണ്ടാക്കിയ അവിയൽ, മെഴുക്ക് പുരട്ടി, തോരൻ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഈ കഞ്ഞിയുടെ കൂടെ കുടിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മീൻ കഴിക്കണം, മീനില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളവർ നിങ്ങൾ മീൻ കഴിച്ചോളൂ. മീൻ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഇട്ട് പറ്റിച്ച് ലേര കുറഞ്ഞു വിട്ട് നല്ല കുടമ്പളി ഇട്ട് പറ്റിച്ച മീൻ കറി ഉണ്ടെന്ന് പാടുന്നിട്ട് അങ്ങനത്തെ മീനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രില്ല് ചെയ്ത മീൻ കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ആവിയിൽ വേവിക്കണം മീൻ. പിന്നെ വാഴയിലയൊക്കെ ചുരുട്ടി വെച്ച് വാഴയിലയിൽ പിന്നെ മീൻ വെച്ച് ആവിയിൽ വേവിക്കും. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഗ്രില്ലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ മീൻ കഴിക്കുന്നവർക്ക് ഇഷ്ടം പോലെ മീൻ കഴിക്കാം. ഇനി ഗ്രില്ല് ചിക്കനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ധാരാളം വിശപ്പ് മാറുന്നവരെ ചിക്കൻ കഴിക്കുക, ഒരു കുഴപ്പമില്ല. നിറയെ പ്രോട്ടീനാണ്, വയറ് നിറച്ച് നിങ്ങൾക്ക് ചിക്കൻ കഴിക്കുക. അത് ഗ്രില്ല് ചെയ്യാം കേട്ടോ. ഇനി ഗ്രില്ല് ചെയ്യാൻ നിങ്ങൾക്ക് സാഹചര്യം ഇല്ലാത്തൊരു വെറുതെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ വെളുത്തുള്ളിയും പെരിഞ്ചീരകവും പട്ടയും ഇതെല്ലാം ഇട്ട് നമുക്ക് വെറുതെ ഒന്ന് വേവിച്ച് ഇഷ്ടം പോലെ കഴിക്കാം. അധികം മസാലയൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 1:30യുടെ ഫുഡ് കഴിഞ്ഞ് എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കാമെന്ന് എനിക്കറിയാം. ഇനി 4 മണിയാകുമ്പോഴത്തേനും നമ്മുടെ ഒരു ശീലമാണല്ലേ കാപ്പി കുടിക്കാമെന്നോ അല്ലെ ചായ കുടിക്കാം. അപ്പം നമുക്കൊരു ഗ്രീൻ ടീ കുടിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുടിക്കാം. ആ കൂട്ടത്തിൽ ഇപ്പം എന്തെങ്കിലും കുറിക്കണം എന്ന് നിർബന്ധമുള്ളവർ ഒരു 10 കപ്പലണ്ടി കുറിക്കാം. ഓക്കെ, എണ്ണി കുറിക്കണേ, 11 ആവരുത്, 10 മതി നമുക്ക്. പിന്നെ 8 ബദാം പരിപ്പ്. ഓക്കെ, ഇതും നമുക്ക് കഴിക്കാം. നമുക്ക് കുറിക്കാൻ നിർബന്ധമുള്ളവർക്ക് ഇത് കഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട, വെറുതെ കുടിക്കുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് കഴിക്കാം. ഇനി നിങ്ങൾ കോഫിയും ചായ ഒന്നും കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് സാലഡ് കഴിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ധാരാളം സാലഡാക്കി നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ 4 മണിത്തെ ഫുഡ് കഴിഞ്ഞേ. ഇനി നമുക്ക് 7 മണിക്കാണ് അടുത്ത ഫുഡ്. 7 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വിശന്നില്ലെങ്കിൽ നിങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചക്കത്തെ കഞ്ഞി നമ്മൾ കാണുമെങ്കിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ മില്ലറ്റ്സ് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം. ഇനി ഇത് രണ്ടും നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. കാരണം നമുക്ക് അധികം വിശപ്പുണ്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ കഴിക്കാം. ഗ്രില്ല് ചിക്കൻ കഴിക്കാം, മുട്ട കഴിക്കാം, കൂൺ ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാം ഈ 7 മണിക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഡയറ്റ്. തീർച്ചയായിട്ടും നിങ്ങളിത് പിന്നെ യൂസ് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. 15 ദിവസം കൊണ്ട് നിങ്ങളുടെ വെയിറ്റും പിന്നെ അനാവശ്യമായി വയറ്റിലടങ്ങിയിരിക്കുന്ന ഫാറ്റും എല്ലാം പോകും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എല്ലാവർക്കും ഓണാശംസകൾ. എനിക്കിപ്പോൾ 4,80,000 വ്യൂവേഴ്സായി സബ്സ്ക്രൈബേഴ്സായിട്ടോ. വളരെ സന്തോഷം. നിങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒന്നാണല്ലേ ഓണം. അപ്പോൾ ഇനിയും അത് തുടരട്ടെ. ഇന്ത്യയിലുള്ളവരും അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മലയാളികളും ഓണം ആഘോഷിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ ഒരിക്കൽ കൂടി ഞാൻ പിന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ സൗഹാർദ്ദവും നമ്മുടെ സമത്വവും എല്ലാം വിളിച്ചോതുന്ന ഒന്നാണല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക. പിന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.